സന്ദർശകർ സൂക്ഷിക്കുക. ഗൈസ് നിങ്ങൾ തന്നെ വായിച്ചോ. ഗൈസ് ഞാൻ രാവിലെ ബേബീസ് ഡേ ഔട്ട് സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു വൈഷുട്ടായി ഞാൻ എന്തുകൊണ്ട് ഔട്ടിങ്ങിന് പോകുന്നില്ല. പക്ഷെ എൻ്റെ കൂടെ വരാൻ ആരുമില്ല ഗൈസ്. ഗൈസ് അല്ലെങ്കിൽ നമ്മൾ ഒറ്റ മൈൻഡുകാർ അങ്ങനെയാണ്, പോവാൻ തോന്നുന്നു പോകുന്നു. ഗൈസ് സെറ്റായപ്പോഴാണ് ഗൈസ് ഷൂസ് ഇല്ല. കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൈസ എടുക്കാൻ അടുത്തുള്ള ATM വന്നിരിക്കുകയാണ് ഗൈസ്. ഓഹോയ് 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 എങ്ങോട്ടൊക്കെ ഗൈസ് നമ്മൾ ഒറ്റ മൈൻഡിൽ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. കൊള്ളാം നൈസ്. സോ ഇവരാണ് എൻ്റെ കസിൻ ബ്രോസ് സാം ആൻഡ് അതുൽ. അത് എന്തോ ഓഫറിൽ ഞാൻ വാങ്ങിച്ചാണ്ടാ ഗൈസ്. ഒറ്റ മൈൻഡ് ട്രിപ്പിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ നല്ലൊരു ഇത് അല്ലേ ഗൈസ്. നമ്മള് ബസ്സിലാണ് പോകുന്നത്. ആദ്യം ബസ് ഉണ്ടോന്ന് നോക്കട്ടെ ഗൈസ്. ക്ലൈമറ്റ് നോക്ക് ഗൈസ്. നമ്മളിവിടെ കട്ട പോസ്റ്റ് വെയിറ്റിംഗ് ആണ് ഗൈസ്. ബസ് ഇതുവരെ വന്നില്ല. അല്ലേലും അങ്ങനെയാണല്ലോ, ബസ് വരില്ലല്ലോ. Guys, we are here. We are here. Guys, ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേഞ്ച്. അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് എത്രയാടാ മുതിർന്നവരാണ്? നിങ്ങൾ 2 കുട്ടികൾ, നിങ്ങൾക്ക് കുട്ടികളുടേതല്ലേ ആവുള്ളൂ. അപ്പം ഗൈസ് നമ്മൾ 3 പേർക്കും കൂടെ ഇവിടെ 80 രൂപ ആണെന്ന് തോന്നുന്നു. ചോദിച്ചോക്കാം. ഗൈസ് നമ്മളങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറിയിരിക്കും. എടാ ഇവിടെ അല്ല, മേളിൽ കുളിക്കാനൊക്കെ പറ്റുമോടാ? ഓ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം. പക്ഷെ ഇവിടെ ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിരിക്കുന്നു ഗൈസ്. ഇവിടെ ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും ഇറങ്ങരുത്. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ ചിറ്റാർ പാലം പണി നടക്കുകയാണ് ഗൈസ്. അതായത് നമ്മുടെ ബിദിര സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ചിറ്റാറുണ്ട്. അപ്പൊ അവിടെ പാലം പണി നടക്കുന്നതുകൊണ്ട് ബസ്സല്ല 2 വീലേഴ്സ് ആൻഡ് 4 വീലേഴ്സ് ഒന്നും അതുവഴി വിടത്തില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ചിറ്റാറിന് ആനപ്പാറ റോഡ് വഴി കയറി വേണം വരാൻ. ബസ്സിൽ വരികയാണെങ്കിൽ കുഴപ്പമില്ല, അവർ കറക്റ്റായിട്ട് കൊണ്ടുവന്നോളും. പിന്നെ നിങ്ങൾ വരുമ്പോൾ ഗൈസ് മസ്റ്റായിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ഇതുവഴി നടന്ന് തന്നെ വരണം. അതാണ് വൈബ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ വെള്ളമാണ് ഗൈസ്. ഇന്ന് ചാടി വേണം അപ്പുറത്ത് പോവാൻ. ഗൈസ് നമ്മളപ്പം മാക്കന്നെ നടക്കുകയാണ് ഗൈസ്. ഗൈസ് അവൻ്റെ ഡൗട്ട് ഉണ്ടായിരുന്നു ഗൈസ്. എന്താ വെച്ചാ ഗൈസ് അവനൊരു ഡൗട്ട്, ഇവിടെ പുലി ഉണ്ടോന്ന്. പുലി ഉണ്ടായിരിക്കോ? എന്തായാലും കാടല്ലേ, പുലി ഉണ്ടായിരിക്കും. ചേടാ സൂര്യനും കിളിയൊക്കെ തൂങ്ങി കിടക്കണം. ഗൈസ്
ഈ പശു കണ്ടോ ഗൈസ്, ധാര കാറായാലും അവരെ കാറ് നല്ല അടിപൊളിയായിട്ട് സ്ക്രാച്ച് ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ പുലി ഉണ്ടോ എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഇതാ ഈ പുലി. അങ്ങോട്ട് ഫുൾ തിരക്കാണ്. അങ്ങോട്ടാണെങ്കിൽ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും, പക്ഷെ അവിടെ നല്ല തിരക്കാണ്. സൺഡേ ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കാണ്. അപ്പം മേളിൽ നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. മേളിലൊരു വെള്ളച്ചാട്ടം ഉണ്ട്, പോയി നോക്കാം. സന്ദർശകർ സൂക്ഷിക്കുക. ഗൈസ് ഇത് നിങ്ങൾ തന്നെ വായിച്ചോ. I know you're scared, you wanna hide away sometimes. Guys, ഇനി നമ്മൾ എത്ര കിലോമീറ്ററോടോ അല്ല എത്ര മീറ്റർ, 700 മീറ്ററും കൂടെ പോകുമ്പോൾ വാട്ടർഫാളിലെത്തും. ബൈ. ശിവന്മാരുതാ ഇവിടെ അന്തവിട്ട് നിൽക്കാണ്. കറണ്ടാ? അതൊരു വള്ളിയല്ലേടാ. നീ ഇവിടെ കറണ്ട് അടിച്ച് കിടക്കേ, നമ്മള് പോകും. ഗൈസ് ഇനി നമുക്ക് മേലോട്ട് കയറാനുണ്ട്. ഓക്കേ ഗൈസ്, ഇവിടത്തെ വ്യൂ സീൻ എന്ന് വെച്ചാൽ സീൻ ഗൈസ്, ഒരു രക്ഷയില്ല. ഇതാ ഇവിടെ വാട്ടറൊക്കെ വരുന്ന പൈപ്പൊക്കെ ഉണ്ട് ഗൈസ്. ഇനിയും മേളിൽ പോണം ഗൈസ്. സോ നമ്മളിപ്പം ഇവിടെ നിന്ന് മേളിലോട്ട് പോവാണ് ഗൈസ്. ഗൈസ് രണ്ട് സൈഡിലും പാറകളാണ്. ഗൈസ് ഇവിടെ നിന്ന് വഴി സ്റ്റോപ്പായി. ഇവിടെ നിന്ന് വഴി താഴോട്ട് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇത് കടന്നു വേണം താഴോട്ട് പോകാൻ. ഗൈസ് ഇതിന്റെ അപ്പുറത്താണ് വെള്ളച്ചാട്ടം. സോ പാറയൊക്കെ ഭയങ്കര സ്കേറിയാണ്, സൂക്ഷിച്ചു പോകണം, ഇല്ലെങ്കിൽ പല്ല് പോകും. ഗൈസ് ഇത് ക്രോസ് ചെയ്ത് വേണം നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഇറങ്ങി നോക്കാണല്ലോ. Beautiful view that I'm seeing. അവിടെയൊക്കെ പോവാൻ സമ്മതിക്കണോ? ആ വെള്ളച്ചാട്ടം വന്ന് ഗൈസ്. ഇനി നമ്മളിവിടെ ഇവിടെ നിന്ന് മേളിലോട്ട് പോകണം. മേളിൽ അതാ കാണുന്നില്ലേ, അവിടെയാണ് വാട്ടർഫോൾ ഉള്ളത്.
അതായിരുന്നു നമ്മുടെ വ്യൂ. നമ്മൾ കണ്ടിട്ട് തിരിച്ചിറങ്ങുവാണ് ഗൈസ്. സോ ബാക്കിൽ കാണുന്നതാണ് വെള്ളച്ചാട്ടം. സോ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. ഓഹോയ് ഓഹോയ് ഗൈസ്, നമ്മൾ തിരിച്ചു വന്നു. ഗൈസ്, നമ്മളിപ്പം മേളിലെ വാട്ടർഫോൾ കണ്ടു തിരിച്ചിറങ്ങി. അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഉച്ച സമയത്താണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് കൊണ്ടുവരണം. കാരണം ഇവിടെ ഹോട്ടൽസ് ഒന്നുമില്ല, താഴെ പോയാലേ ഹോട്ടൽസ് ഉള്ളൂ. താഴെയും ഹോട്ടൽസ് കുറവാണ്, ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരണം. ഓക്കെ. സോ ഗൈസ്, നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ള പൊന്മുടിയിലോട്ട് നമ്മൾ ബസ്സിലാണ് വന്നത്. ബിക്കോസ് നമ്മൾ 3 പേരുണ്ട്. സോ നമ്മൾ ആനവണ്ടിയിൽ വന്നു. നമ്മൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു. ഒരു 12-12:30 ആയപ്പോൾ ഇവിടെ എത്തി. പക്ഷെ ഇപ്പം അവിടെ പാലം പണി നടക്കുന്നുണ്ട്. സോ ഹായ് ആനന്ദ്. അപ്പോൾ അതാണ്, നമ്മളിപ്പോൾ മീൻമുട്ടി വാട്ടർഫാൾസിലാണുള്ളത്. ഇവിടുത്തെ വ്യൂസ് ആൻഡ് ഇവിടെ ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലത്തിന് ബാക്കിലത്തെ പാറ നോക്ക് ഗൈസ്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ട്, അവിടെയാണ് ഇരിക്കുന്നത് ഗൈസ്. ഈ ഗൈഡ് ചേട്ടൻ നമ്മളെ ഓട്ടിച്ചു വിടുന്നു, മഴ പെയ്യുമെന്ന്. ചേട്ടന് ഇവിടെ ഇരുന്ന് ബോറടിക്കൂലേ? എത്ര മണി വരെ ഇരിക്കണം? 4:30യോ? വീടടുത്താണോ? താഴെ തന്നെ വേറെ നമുക്ക് നീന്താനും കുളിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഫുൾ അതിനുള്ള ഏരിയയാണ്. നിങ്ങൾ ഡ്രസ്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ ഫുൾ ഇറങ്ങി എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. സോ ഇതാണ് ഫുൾ കാം ആൻഡ് ക്വൈറ്റ്. ഗൈസ്, നിങ്ങൾ ചീവിടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സോ ഗൈസ്, മഴ പെയ്ത് ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്. നമ്മളിവിടെ ഒതുങ്ങിയിരിക്കുകയാണ് ഗൈസ്. മഴ ഗൈസ്, മഴയാണ് ഗൈസ്. നമ്മൾ നനഞ്ഞില്ല ഗൈസ്, ബിക്കോസ് നമ്മൾ താഴെ എത്തിയപ്പോഴാണ് മഴ പെയ്തത്. സോ നമ്മൾ നനഞ്ഞില്ല, നമ്മളിവിടെ കയറി നിന്നു. ഇപ്പം മഴ ഇച്ചിരി തോന്നിട്ടുണ്ട്. സോ ഇപ്പം സമയം ഒരു 3:30 ഒരു 3:30 ആയിട്ടുണ്ട്. പൊളി വൈബാണ് ഗൈസ്. ചെറിയ മഴ ഉണ്ട് ഗൈസ്, പക്ഷേ നമ്മള് പോവാണ്. നമ്മള് താഴെന്ന് നമ്മള് ഇവിടെ ഒരു കേരള കഫേ ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്നാക്സ് മേടിച്ചു. ഇപ്പൊ താഴെ പോയാലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനത്തെ കുറച്ച് സ്നാക്സ് ആണ് നമ്മൾ മേടിച്ചത് ഗൈസ്. അടുത്ത തവണ വരുമ്പോ അവനെ ഓർമ്മിക്കാൻ വേണ്ടി അവൻ ഇവിടെ സാം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഗൈസ്. അടുത്ത തവണ നീ വരുമ്പോ ഇതുണ്ടാവൂലെങ്കിലോ? എന്താണ് മങ്കി ഇറങ്ങി വരണം. അവനും എഴുതുവാണ് ഗൈസ് ഇവിടെ. 2025 സാം ആൻഡ് അതുൽ. ഓക്കെ, ഹാപ്പി. അയ്യോ, 2 മിനിറ്റ്. എങ്ങനെയുണ്ടടാ?
ഹലോ ഹലോ. അയ്യോ ഇതിനെല്ലാം കൊടുക്കാൻ. പൊന്മുടിയില്ല ഞാൻ ഇത്തിരി ഗൈസ് നമ്മളിപ്പം വിതുര ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. വളരെ അതിസാഹസികമായി ഈ ബസ്സായിരിക്കും ഇപ്പൊ എടുക്കുന്ന കേട്ടാളാ സ്റ്റാൻഡിൽ നിന്ന്. ഇവിടെ ഇരിക്കണവർക്ക് തന്നെ ഒന്നും കിട്ടിയില്ലേ ഗൈസ്. തേഞ്ഞു ഗൈസ് തിരക്ക്. ഗൈസ് നമ്മൾ ഇറാനിയിൽ കയറി. ഇറാനിയിൽ സ്ഥലമില്ല, ഫുൾ ബുക്കാണ്, ഫുൾ തിരക്കാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറി. സോ രാവിലെ തൊട്ട് വന്നാലൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി. കൊള്ളാമോ? ഗൈസ് നമ്മൾ ഈ ഹോട്ടലിലാണ് കഴിക്കാൻ കയറിയത് ഗൈസ്. ഇപ്പുറത്ത് ഇറാനി ഉണ്ട്. ഇറാനിയിൽ നമ്മൾ കയറിയായിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. സോ നമ്മൾ ഇവിടെ കയറി കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങുകയും ചെയ്തു. ഫുഡ് കൊള്ളായിരുന്നോ ഗൈസ്? നല്ല മഴ വൈബാണ്. മഴയില്ല ഗൈസ്, ചെറിയ മഴയേ ഉള്ളൂ. പക്ഷെ ആംബിയൻസ് ഇരുണ്ട് കിടക്കുകയാണ്. നോക്കണം ഗൈസ്. ഇനി നമ്മള് നേരെ വീട്ടിലോട്ട് പോകും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്തു. ബൈ ഗൈസ്. ബൈ ബൈ പറയടാ. സാം ആൻഡ് അതുൽ. ബൈ ഫ്രം സാം ആൻഡ് അതുൽ. ഗൈസ് നമ്മൾ തിരിച്ചെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ഒറ്റമൈൻഡ് ട്രിപ്പ്? ഗൈസ് ഈ ട്രിപ്പ് വന്നിട്ടൊരു പെട്ടെന്നുള്ള ട്രിപ്പായിരുന്നു. ഒറ്റമൈൻഡുകാരെല്ലാം കൂടെ പോയ ട്രിപ്പായിരുന്നു. സൂര്യപാടം ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഒറ്റമൈൻഡ് ട്രിപ്പ്? പൊളിയായിരുന്നല്ലേ?